ലോകത്തിലെ ഏറ്റവും വലിയ പൂർണ്ണമാകാത്ത പള്ളി ഏതാണെന്ന് കേട്ടിട്ടുണ്ടോ? 140 വർഷമായി നിർമ്മാണം തുടരുന്ന ഒരു ദേവാലയം. അതിന്റെ പേരാണ് സഗ്രദ ഫാമിലിയ. സ്പെയിനിലെ ബാർസലോൺ നഗരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ വിസ്മയം ഒരു സാധാരണ പള്ളിയല്ല. ഇതൊരു കോഡാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഒരു പ്രവചന പുസ്തകമാണെന്ന് മറ്റു ചിലർ പറയുന്നു. മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് ഇത് മനുഷ്യൻ നിർമ്മിച്ചതല്ല എന്നാണ്. ഏലിയൻസ് നിർമ്മിച്ചതാണെന്നും പറയുന്നവർ ഉണ്ട്. നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഈ പള്ളിയുടെ പിന്നിലെ സത്യവും നിഗൂഢതകളും പേടിപ്പെടുത്തുന്ന കഥകളും ആണ്. 1882 ഒരു സാധാരണ ചർച്ചായി നിർമ്മാണം ആരംഭിച്ചു ഇത്. പക്ഷേ അടുത്ത വർഷം ഒരു മനുഷ്യൻ അതിന്റെ ഭാവി മാറ്റി. ആ വാസ്തുശില്പിയുടെ പേരാണ് ആന്റണി ഗൗഡി. ഗൗഡി വെറുമൊരു ആർക്കിടെക്ട് മാത്രമല്ല, അവനൊരു ദൈവത്തിന്റെ കലാകാരൻ കൂടി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് മൈ ക്ലയന്റ് ഈസ് ഗോഡ്, ഹീ ഈസ് നോട്ട് ഇൻ എ ഹറി എന്നായിരുന്നു. അവൻ നിർമ്മിച്ചത് ഒരു പള്ളിയല്ല, ഒരു ജീവിക്കുന്ന കാട് പോലുള്ള ഘടനയാണതിന്. സ്തംഭങ്ങൾ മരങ്ങളെപ്പോലെ നിൽക്കുന്നു, വളവുകൾ പ്രകൃതിയുടെ ഗണിതം പോലെ. പക്ഷേ അതിലൊളിഞ്ഞിരിക്കുന്നത് സാധാരണ ക്രിസ്തീയ ആർക്കിടെക്ചർ അല്ലായിരുന്നു. ഗൗഡിയുടെയും ദൈവത്തിൻ്റെയും ഇടയിലെ ആ രഹസ്യം എന്തായിരുന്നു? ഗൗഡിയുടെ ഡിസൈൻ അതൊരു കോഡാണ്. സാക്രഡ് ജോമെട്രി, ഫിബനോച്ചി പാറ്റേൺ, നേച്ചർ ബേസ്ഡ് സ്ട്രക്ചർ. ഇതെല്ലാം ചേർന്നപ്പോൾ ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് മനുഷ്യരുടെ സാധാരണ ചിന്താശേഷിക്ക് പുറത്താണെന്ന്. ഗൗഡി തന്റെ ജീവിതത്തിന്റെ അവസാന 15 വർഷങ്ങൾ പൂർണ്ണമായും ഈ പള്ളിക്കായി സമർപ്പിച്ചു. പക്ഷേ 1926 ഒരു ട്രാം ഇടിച്ച് അദ്ദേഹം മരിച്ചു. അതോടെ പല ഡിസൈനുകളും നഷ്ടപ്പെട്ടു. ഇത് വലിയൊരു ചോദ്യമായി മാറി. മനഃപൂർവ്വം ആരെങ്കിലും അദ്ദേഹത്തെ ഇല്ലാതാക്കിയതാണോ? അതോടൊപ്പം തന്നെ രേഖകളെയും. അതുകൊണ്ട് തന്നെ 140 വർഷം കഴിഞ്ഞിട്ടും ഇത് പൂർത്തിയാക്കിയിട്ടില്ല. കാരണം സങ്കീർണമായ ഡിസൈൻ, സാമ്പത്തിക പ്രശ്നങ്ങൾ, യുദ്ധം എന്നിവയാലും ഇതിന്റെ മെയിൻറ്റെയിൻ കംപ്ലീറ്റ് ചെയ്യുവാൻ പറ്റിയില്ല. സ്പെയിനിലെ ആഭ്യന്തര യുദ്ധകാലത്ത് പല മോഡലുകളും നശിപ്പിക്കപ്പെട്ടു എന്നത് മറ്റൊരു കഥയാണ്. ഇതൊരു സാധാരണ സംഭവമാണോ, അല്ലെങ്കിൽ ഒരു രഹസ്യം മറച്ചുവെക്കുവാനുള്ള ശ്രമമാണോ? ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് വളരെ പേടിപ്പെടുത്തുന്ന കഥകൾ പ്രചരിക്കുന്നു. പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് രാത്രിയിൽ പള്ളിക്കുള്ളിൽ അപരിചിതമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് എന്നാണ്. മറ്റു ചിലർ പറയുന്നത് ആരുമില്ലാത്തപ്പോൾ ഇതിനുള്ളിൽ കൂടെ ആരോ നടക്കുന്നതായി തോന്നുമെന്നാണ്. അങ്ങനെയുള്ള അനുഭവ കഥകളാണ് ഓരോരുത്തരും പറയുന്നത്. പള്ളിയുടെ മേൽനോട്ടവും മറ്റും നടത്തിവരുന്ന ഒരാൾ ഗൗഡിയുടെ മരണത്തിന് ശേഷം അയാളെ രാത്രിയിൽ പള്ളിയിൽ വെച്ച് കണ്ടു പേടിച്ചതായും അതിനുശേഷം അയാൾ ജോലി ഉപേക്ഷിച്ചുമെന്നുമാണ്. ഇത് ഭ്രമമോ, അല്ലെങ്കിൽ ശരിക്കും ഒരു ആത്മാവിന്റെ സാന്നിധ്യമോ? ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് ഇവിടെ അന്യഗ്രഹ ജീവികളുടെ ബന്ധമുണ്ടോ എന്ന്. ഇത് ഏറ്റവും വിവാദപരമായ ഭാഗമാണ്. ചില ഗവേഷകർ പറയുന്നത് ഈ പള്ളിയുടെ ഡിസൈൻ DNA സ്ട്രക്ചർ പോലെയാണ്. കൂടാതെ ഇതിന്റെ ടവറുകൾ ഫ്രീക്വൻസി ആന്റിനാസ് പോലെ പ്രവർത്തിക്കുന്നുവെന്നും. കൂടാതെ മറ്റു ചിലർ പറയുന്നു ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണെന്ന്. അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടാൻ ഉണ്ടാക്കി വെച്ചതാണ് ഇതെന്ന്. അപ്പോൾ ഉയർന്നു വരുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്, ഗൗഡിക്ക് ഈ ഡിസൈൻ എവിടെ നിന്ന് കിട്ടി? അതിനുള്ള ഉത്തരം ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് സ്വപ്നങ്ങളിൽ നിന്നോ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നോ, അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലുമോ. ഇന്നീ ചർച്ച ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഇടങ്ങളിൽ ഒന്നാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ല, ഇത് മനുഷ്യരുടെ വിശ്വാസത്തിന്റെ ശക്തിപ്പെടുത്തുന്ന ഒരിടമാണ്. ആർക്കിടെക്ചർ ലോകത്തെ മാറ്റി. പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഡിസൈൻ പ്രചോദനം ചെയ്തു. പക്ഷെ ചിലർ പറയുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു എനർജി സെന്റർ ആണെന്ന്.
മനുഷ്യരുടെ മനസ്സിനെ സ്വാധീനം ചെലുത്തുന്ന ഒരിടമാണെന്ന്. എന്നാൽ ഒരു ചോദ്യം, സഗ്രദ ഫാമിലിയ ഒരു പള്ളിയാണോ? അത് ഒരു കോഡാണോ? അല്ലെങ്കിൽ മനുഷ്യരുമായി അന്യഗ്രഹ ജീവികൾ ചേർന്ന് നിർമ്മിച്ച ഒന്നാണോ? സത്യം ഇന്നും മറഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ നിർമ്മിതികളിൽ ഒന്നാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. കാരണം ഇനിയും ഇതുപോലുള്ള പല നിഗൂഢതകൾ നമ്മൾ കണ്ടെത്താൻ പോകുന്നു.